നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരവസരം വന്നിരിക്കുകയാണ്. കുറേ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എത്തി. ഏകലവ്യ സ്കൂളുകളെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്കൂളുകളാണിവ. നമുക്കറിയാവുന്ന നവോദയ സ്കൂളുകളുണ്ട്, അതേപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയമുണ്ട്. അതേപോലെ തന്നെയുള്ളൊരു സ്കൂളാണ് ഏകലവ്യ സ്കൂളുകൾ. ഈ നവോദയയിലും കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെ തന്നെ അതേ സാലറി സ്കീമുകളും അതേ ആനുകൂല്യങ്ങളും റെസ്പെക്റ്റും എല്ലാം തന്നെ ലഭിക്കുന്ന അധ്യാപകരായിരിക്കും ഏകലവ്യ സ്കൂളിലെ അധ്യാപകർ. ഓക്കെ, പൊതുവേ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആപ്ലിക്കൻസ് വളരെ കുറവാണ്. പലരും അറിയാറ് പോലുമില്ല. നമുക്കാകെ കേരള PSC നടത്തുന്ന അധ്യാപക നോട്ടിഫിക്കേഷനുകളെ പറ്റിയിട്ടൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണയാണ് ഏകലവ്യ 2021-22 ആ ഒരു സമയത്ത് അവസാനത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാധാരണ കേരള PSCയുടെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടൊക്കെ ആ തസ്തികയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കും. പക്ഷേ സെൻട്രൽ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയിട്ട് നമുക്ക് അധികം ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകളാണിവ. ഓക്കെ, ട്രൈബൽ ഏരിയകളിലാണ് ഈ സ്കൂളുകൾ വരുന്നത്. റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നവോദയ റെസിഡൻഷ്യൽ സ്കൂളാണ്. കുട്ടികൾ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന തരം സ്കൂളുകളാണിവ. അപ്പോൾ അധ്യാപകർ അവരോടൊപ്പം തന്നെ കുട്ടികളോടൊപ്പം തന്നെ സ്കൂളിൽ തന്നെ ആയിരിക്കും താമസം. ഓക്കെ, അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ അധ്യാപകർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരമുള്ള സ്കൂളുകളുടെ ഒരു പ്രശ്നമായിട്ട് പലരും പറയുന്നത് ട്രൈബൽ ഏരിയകളിലാണ്, റിമോട്ട് ഏരിയകളിലാണ് സ്കൂൾ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചിലരും അടിച്ചു നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടും. അത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചിട്ടുള്ള സ്കൂൾ ശൃംഖലയാണ് EMRS. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. പക്ഷേ അത് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട്. കാരണം നമ്മുടെ ലോക്കൽ റെസിഡൻസ് കേരളത്തിലായതുകൊണ്ട് കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, നമുക്ക് 4 സ്കൂളുകളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഇടുക്കിയിൽ സ്കൂളുണ്ട്, അതേപോലെ തന്നെ പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഈ 4 ജില്ലകളിൽ നമുക്ക് EMRS സ്കൂളുകൾ അവൈലബിൾ ആണ്. അധ്യാപക തസ്തികകളെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ സബ്ജക്റ്റ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത് TGT, PGT എന്നീ 2 തസ്തികകളാണ്. TGT എന്ന് പറയുമ്പോൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. നമ്മുടെ സ്കൂളുകളിലെ ഹൈസ്കൂൾ ടീച്ചർമാരല്ലേ, HSA, അതിന് തുല്യമായിട്ടുള്ള തസ്തികയാണ്. HSSTക്ക് തുല്യമായിട്ടുള്ള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് തുല്യമായിട്ടുള്ളതാണ് PGT. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ 2 ഡിവിഷൻസാണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ ഈ 2 ഡിവിഷനിലേക്കും ഇത്തവണ വിളിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരള PSC പോലെ തന്നെ B.Ed ആവശ്യമില്ല, B.Ed ഡിഗ്രിയുടെ ആവശ്യം ഇല്ല. അതില്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നോക്ക്, ഇത് PGTയുടെ വേക്കൻസി ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീരിയൽ നമ്പർ 11 കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കേരള PSCമായിട്ട് വ്യത്യാസം കാണാൻ പറ്റുന്നത്, കേരള PSC പോലെ ഒരു റൊട്ടേഷൻ ചാർട്ട് രീതിയിലല്ല ഇവിടെ നിയമനം പോകുന്നത്. കേരള PSCയിൽ ഒരു റൊട്ടേഷൻ ചാർട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ടേൺ OC, സെക്കൻഡ് ടേൺ ഇടവ, തേർഡ് ടേൺ OC, അങ്ങനെയാണ് പോകുന്നത്. വേക്കൻസികൾ വരുന്നതനുസരിച്ച് ആ ടേൺ അനുസരിച്ചായിരിക്കും ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മുൻകൂട്ടി തന്നെ ഓരോ വിഭാഗത്തിന് എത്ര വീതം വേക്കൻസികൾ എന്ന് ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചാണ് ആളെ എടുക്കുന്നത്. സോ നമുക്ക് കാത്തിരിക്കേണ്ട ഒരു അവസരം ഇവിടെ വരുന്നില്ല. നമ്മളെ സെലക്ട് ചെയ്താൽ നമുക്ക് ജോലി ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, കമ്പ്യൂട്ടർ സയൻസിന് ടോട്ടലായിട്ട് 154 വേക്കൻസികളാണുള്ളത്. PGTക്ക്, അതായത് ഹയർ സെക്കൻഡറിക്ക്, അതിൽ 64 എണ്ണം UR ആണ്. UR എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ അഥവാ അൺറിസർവ്ഡ്. ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്ന പൊതുവിഭാഗത്തിലെ 64 പേർക്ക് ജോലിയുണ്ട്. പൊതുവിഭാഗം എന്ന് പറയുമ്പോൾ അവർ ജനറൽ കാറ്റഗറി, അതായത് ഇപ്പോൾ ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാർ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്.
പകരം ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിച്ച 64 പേരെന്നുള്ളതാണ്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആവാം. പിന്നീട് എക്കണോമിക്കലി വീക്കർ സെക്ഷന് 15 ഉണ്ട്, OBC 41, SC ST 23, 11 വെച്ച്, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറീസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം ഇത്ര വേക്കൻസീസ് വീതം ഉണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, 154 വേക്കൻസീസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ശരാശരി എണ്ണം അവിടെ ഉണ്ട്. നോർമലി ഒരു 200 220 ആ ഒരു റേഞ്ചിലാണ് ടീച്ചിങ് എക്സാംസിൽ PGT വരാറുള്ളത്. ഇതൊരു ശരാശരി ലെവലിലുള്ള വേക്കൻസീസ് ഉണ്ട്, കുറവല്ല. ഓക്കെ, ഇനി TGT വേക്കൻസീസ് നോക്കുക, അതായത് HSI വേക്കൻസികൾ നോക്കുക. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് സീരിയൽ നമ്പർ 6 മുഴുവൻ 550 വേക്കൻസി. അതിൽ അൺറിസർവ്ഡ് 224 എണ്ണം ഉണ്ട്. പിന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് വേക്കൻസീസ് വരുന്നുണ്ട്. ഇവിടെ വളരെ കൂടുതലാണ്, മറ്റ് സബ്ജക്ട്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 550 എണ്ണമാണ്. ഇനി ഫീസിനെ പറ്റി നോക്കാം. ഫീസ് പറഞ്ഞാൽ PGTക്കും TGTക്കും വനിതാ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഇവർക്ക് 500 രൂപയാണ് ഫീസ്. എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 2000 രൂപയാണ് ഫീസ് വരുന്നത്. PGTക്കും TGTക്കും ഒരേ എമൗണ്ട് തന്നെയാണ് ഫീസ്. PGTയുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 8 ആണ് സെൻട്രൽ സ്കെയിൽ വരുന്നത്. 47,600 മുതൽ 1,51,100 രൂപ വരെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത് പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം 2026 ജനുവരി മുതൽ ഏതാണ്ട് 90,000 മുതൽ 1,00,000 രൂപ വരെ അടിസ്ഥാന ശമ്പളത്തിലേക്ക് എത്തും. മറ്റ് അലവൻസുകൾ കൂടെ ചേരുമ്പോൾ ഏകദേശം 1,50,000 രൂപ ശമ്പളം തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നതാണ് PGT. TGTയും അതിനോടടുത്ത് തന്നെ ഏകദേശം ഒരു 10,000 രൂപ ഡിഫറൻസിൽ TGTയുടെ സ്കെയിലും ഉയരുന്നതാണ്. TGT നിലവിൽ 44,900 മുതൽ 1,42,400 വരെയാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റ് അലവൻസുകളുണ്ട്. ഹൗസ് റെൻ്റ് അലവൻസ്, അടിക്കടി വരുന്ന DNS അലവൻസുകൾ, ട്രാവലിംഗ് അലവൻസുകൾ, മറ്റ് സ്പെഷ്യൽ അലവൻസസ്, ഹിൽ ട്രാക്ക് അലവൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണ്, 2 ഘട്ടമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഫസ്റ്റ് ഒരു പ്രിലിമിനറി എക്സാം, അത് കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാം. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് PGTയും TGTയും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇൻ്റർവ്യൂ ഇല്ല. ഓക്കെ, ഇൻ്റർവ്യൂ ഇല്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂ ഇല്ല. അതുപോലെ ടീച്ചിങ് ഡെമോ ടെസ്റ്റുകളൊന്നുമില്ല. KV കേന്ദ്രീയ വിദ്യാലയത്തിനുള്ളതുപോലത്തെ ആവക സംവിധാനങ്ങളൊന്നും തന്നെ EMRSൻ്റെ സെലക്ഷനിലില്ല. ഓക്കെ, 2 ഘട്ട എക്സാമാണുള്ളത്. ഒന്നാം ഘട്ടം PGTക്കും TGTക്കും രണ്ടിനും ഒന്നാം ഘട്ടം ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള OMR പരീക്ഷയാണ്. OMR പരീക്ഷയാണ്, ഓൺലൈൻ പരീക്ഷയല്ല, ഓഫ്ലൈൻ OMR പരീക്ഷയാണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 2.5 മണിക്കൂറായിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള 100 മാർക്കിൻ്റെ OMR പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. കേരള PSC പോലെ തന്നെ ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്സ് കുറയും. അതായത് 0.3 മാർക്സ് ഓരോ തെറ്റുത്തരത്തിനും കുറയ്ക്കപ്പെടും. അപ്പോൾ 3 എണ്ണം നമ്മൾ തെറ്റിച്ചാൽ 1 മാർക്ക് നമുക്ക് പോകും. പ്രിലിമിനറി എക്സാം ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അതായത് ഇതിൻ്റെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് കണക്ക് കൂട്ടുന്നതിന് വേണ്ടി പരിഗണിക്കില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലെവൽ 2 എഴുതുന്നതിന് വേണ്ടി ക്വാളിഫൈ ആവുക എന്നുള്ളത് മാത്രമാണ് ലെവൽ 1ൻ്റെ, അതായത് പ്രിലിമിനറി എക്സാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ TGTക്കും PGTക്കും ഒരേ സിലബസാണ്. ടയർ 1ന് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് 10 മാർക്കിന് 10 ചോദ്യം, റീസണിങ് എബിലിറ്റി ഉണ്ട് 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്, പിന്നെ നോളജ് ഓഫ് ICT ബേസിക് കമ്പ്യൂട്ടേഴ്സാണ് അവിടെ ചോദിക്കുന്നത്, 15 മാർക്ക് 15 ചോദ്യം. ടീച്ചിങ് ആപ്റ്റ്യൂഡ് 30 ചോദ്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് ഉണ്ടാവുക, 30 മാർക്ക് ഉണ്ടാവും. പിന്നെ ഡൊമൈൻ നോളജ് എന്ന ഏരിയ പെഡഗോഗി കേസ് സ്റ്റഡി ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. അത് നമ്മുടെ ഒരു നെറ്റ് എക്സാമിനൊക്കെ പഠിക്കുന്നവർക്കറിയാം. നമ്മൾ പേപ്പർ 1ൽ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ഈ 2 കാര്യങ്ങളോട് ചേർത്ത് 20 മാർക്കിന് 20 ചോദ്യങ്ങൾ ഉണ്ടാവും. 30 മാർക്കിന് 30 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. 100 മാർക്കിന് വേണ്ടി തെറ്റുത്തരത്തിന് 1/3 മാർക്ക് കുറയ്ക്കപ്പെടും. പിന്നെ ഒരു പാർട്ട് കൂടെ പറയുന്നുണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് പരിഗണിക്കപ്പെടുന്നത് പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെ ഞാനിപ്പോൾ പറഞ്ഞ 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് കൂടാതെ പാർട്ട് 6 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ഇംഗ്ലീഷും 10 മാർക്കിൻ്റെ ഹിന്ദിയും ഉണ്ടാവും. അങ്ങനെ മുഴുവൻ 20 മാർക്ക്. ഈ 20 മാർക്കിൽ നിന്നും നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് 8 മാർക്ക് നേടിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് 8 കിട്ടി, ഓക്കെ, അത് മതി.
മൊത്തത്തിൽ 20-ൽ 8 വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. 8 മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മാത്രമേ ബാക്കി പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെയുള്ള 100 മാർക്കിൻ്റെ ചോദ്യങ്ങളല്ലേ അത് ഇവാലുവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ അപ്പം തന്നെ റിജക്റ്റ് ആക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയും 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. അതിന് കമ്പൈൻഡായി മിനിമം 8 മാർക്ക് നിങ്ങൾ നേടുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, മനസ്സിൽ വെക്കുക. അപ്പോൾ 8 മാർക്ക് നിങ്ങൾ നേടിയാൽ മാത്രമേ ഈ പ്രിലിമിനറിയുടെ 100 മാർക്ക്, ബാക്കി വരുന്ന 100 മാർക്ക് ചോദ്യങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഉണ്ടാവും. OMR പരീക്ഷയാണ്, ഓഫ്ലൈനാണ്, കടലാസിലാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല. ഇനി TGTയിലേക്ക് വരുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഇതേ എക്സാം തന്നെയാണ്, 100 മാർക്കിന് 100 ചോദ്യം. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞില്ലേ ലാംഗ്വേജ് ഇംഗ്ലീഷും ഹിന്ദിയും 20 മാർക്കിൽ 8 മാർക്ക് വാങ്ങണമെന്ന്. അതിന് പകരം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം കൂടെ അവിടെ വരും. അങ്ങനെ 30 മാർക്കാവും. 30 മാർക്കിൽ 12 വാങ്ങിയാൽ മതി നിങ്ങളവിടെ ആ ലാംഗ്വേജിൻ്റെ ഏരിയ പാസ്സാവും. ആ 30-ൽ 12 നിങ്ങൾ വാങ്ങിയാൽ ബാക്കി 100 മാർക്കിൻ്റെ ഭാഗം ഇവാലുവേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ. TGTയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഉണ്ട്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മലയാളത്തിൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്ത് 30-ൽ 12 എന്നുള്ള ആ ഒരു കടമ്പ കടക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുമാത്രമല്ല കൂടുതൽ വേക്കൻസി TGTക്കാണ്. TGTക്ക് 500-ലധികം വേക്കൻസികളുണ്ട്, 550-ഓളം വേക്കൻസികൾ ഉണ്ട്. ഓക്കെ, ഇത് തമ്മിലുള്ള സ്കെയില് വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഏകദേശം ഒരേ സ്കെയിലൊക്കെ തന്നെയാണ്. പിന്നെ ഇത് മെയിൻ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനെ ആയിരിക്കും മെയിൻ എക്സാം ഉണ്ടാവുക. മുഴുവൻ 55 ചോദ്യങ്ങളാണ് മെയിൻ എക്സാമിന് ഉണ്ടാവുക. പ്രിലിമിനറി എക്സാം ഞാനിപ്പോൾ പറഞ്ഞില്ല, പ്രിലിമിനറി എക്സാം, ഈ പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും മെയിൻ എക്സാം ഉണ്ടാവുക. ഓക്കെ, പ്രിലിമിനറി എക്സാം ആദ്യം നടത്തും, റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അതിനുശേഷം മെയിൻ എക്സാം നടത്തിയിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ ഇത് ഒരുപാട് ഡിലേ ഒന്നും വരില്ല കേട്ടോ. പ്രിലിമിനറി എക്സാം നടത്തി അടുത്ത മാസം തന്നെ അതിൻ്റെ റിസൾട്ട് വരും. വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നടപടികൾ പോകാറുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തം 55 ചോദ്യങ്ങൾ 100 മാർക്കിന്. 55 ചോദ്യങ്ങളിൽ 40 ചോദ്യം ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ഇതും റിട്ടൺ എക്സാമാണ്. അപ്പോൾ 40 ചോദ്യങ്ങൾ OMR ബബിൾ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ബാക്കി 15 ചോദ്യങ്ങൾ റിട്ടൺ ആയിരിക്കും. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ച് 15 ചോദ്യത്തിന് 60 മാർക്ക്. അങ്ങനെ 40ഉം 60ഉം കൂടെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 55 ചോദ്യങ്ങളാണ് മെയിൻ എക്സാമിന് ഉണ്ടാവുക. മെയിൻ എക്സാമിന് 3 മണിക്കൂർ ഉണ്ടാവും. 3 മണിക്കൂർ ഉണ്ടാവും മെയിൻ എക്സാമിന്. ഓക്കെ, അത് റിട്ടൺ എക്സാമാണ്. പിന്നെ മെയിൻ എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ്, വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ അതിൻ്റെ സിലബസിനെ പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്രിലിമിനറി അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ എക്സാമിൻ്റെ സിലബസിനെ പറ്റി പിന്നീട് നോക്കാം. സാധാരണ നമ്മൾ പഠിക്കാറുള്ള കോർ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് പൈത്തൺ ലാംഗ്വേജ് കൂടെ വരും. ദെൻ PGTയുടെ ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. ഓക്കെ, PGTക്ക് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ, ജനറൽ കാറ്റഗറി. മറ്റോരോ വിഭാഗത്തിനും റിലാക്സേഷൻ ഉണ്ടാവും, അതിനെപ്പറ്റി ഞാൻ പറയാം. ക്വാളിഫിക്കേഷൻ IT-ലോ കമ്പ്യൂട്ടർ സയൻസിലെ MSc മതി, അല്ലെങ്കിൽ MCA ഉണ്ടായെങ്കിൽ അത് മതി, MTech അല്ലെങ്കിൽ ME, ഇതിലേതുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിലൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അത്രയേ ഉള്ളൂ. B.Ed വേണ്ട. B.Ed ഉണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷനൊക്കെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ടീച്ചറായിട്ട് തന്നെ തുടരാം, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് യോഗ്യത നേടുന്നതിന് അല്ലെങ്കിൽ ജോലിയിൽ കയറുന്നതിന് B.Edൻ്റെ ആവശ്യം ഇല്ല. TGTയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 35 വയസ്സാണ് ജനറലിന് വരുന്നത്, 35 വയസ്സാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം, 40 അല്ല 35 ആണ്. ഇവിടെ നമുക്കൊരു ഡിഗ്രി മതി, PG വേണ്ട, ഒരു ഡിഗ്രി മതി. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസോ BSc IT-യോ BTech-ഓ BCA-യോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, UG കോഴ്സ് മതിയാവും. ഓക്കെ, PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു UG ഉള്ളവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു ടീച്ചിങ് പോസ്റ്റാണ് TGT. ഓക്കെ, ഡിഗ്രിക്കാർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. B.Edൻ്റെ ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏജ് റിലാക്സേഷൻ നോക്കൂ. SC ST 5 വർഷം കൂടെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. OBC അതായത് മുസ്ലിം, ഈഴവ, മറ്റ് OBC കാറ്റഗറീസ്, എനിക്കൊന്ന് ഈഴവ കാറ്റഗറി OBC ആയിട്ട് പരിഗണിക്കുമോ എന്നതിനെ പറ്റി എനിക്കൊരു സംശയമുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പ്രകാരം OBC വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ, നോൺ ക്രിമിനൽ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ 3 വർഷം റിലാക്സേഷൻ കിട്ടും. ഓക്കെ, പിന്നെ വനിതാ കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വനിതാ കാൻഡിഡേറ്റ്സിന് 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. 10 വർഷം. അതായത് ഇപ്പോൾ 35 വയസ്സാണ് TGTയുടെ ഏജ് ലിമിറ്റ്, പക്ഷേ വനിതയാണെങ്കിൽ 45 വരെ കൊടുക്കാം. അതുപോലെ PGTക്ക് 40 വയസ്സാണ്,
എന്നാൽ വനിതയാണെങ്കിൽ എന്താണ് 50 വയസ്സ് വരെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടീച്ചിങ് ജോബിലൊക്കെ കൂടുതൽ മത്സരിച്ച് കാണാറുള്ള വനിതകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഞാൻ കുറച്ച് മുന്നേ TGT 35 എന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ അയ്യോ അവസരം കഴിഞ്ഞു എന്ന് ചിന്തിച്ച് കാണും. പക്ഷെ അങ്ങനെ കരുതരുത്. 35 + 10 45 വയസ്സ് വരെ നമുക്കിവിടെ ഓക്കെയാണ്. ഇനി ഫസ്റ്റ് എക്സാമിൻ്റെ സിലബസ് ആണേ, അതായത് ടയർ 1ൻ്റെ ടയർ 1 PGTക്കും TGTക്കും ഒരേ സിലബസാണ്. എല്ലാ സബ്ജക്റ്റുകൾക്കും, അതായത് കമ്പ്യൂട്ടർ സയൻസോ ഫിസിക്സോ കെമിസ്ട്രി എല്ലാവർക്കും ഒരേ സിലബസ് തന്നെയാണ്. നോക്കാം. അതിൽ 10 മാർക്ക് ജനറൽ നോളജ് ഉണ്ടെന്ന് പറഞ്ഞ് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടാണ് 10 മാർക്ക്. റീസണിങ് എബിലിറ്റി 10 മാർക്കാണ്. അവിടെ ഈ പറയുന്ന നമ്മൾ കോമൺലി കാണാറുള്ള ബ്ലഡ് റിലേഷൻസ്, ഇനീക്വാളിറ്റി, പസിൽസ്, ഡാറ്റാ സഫിഷ്യൻസി, നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് കാണാറുള്ള റീസണിങ് എബിലിറ്റി ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ICT ബേസിക് നോളജ് ഓഫ് ICT, അവിടെ ഇൻ്റർനെറ്റ്, MS ഓഫീസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ബേസിക്സ് ഓഫ് നെറ്റ്വർക്ക്സ്, സൈബർ സെക്യൂരിറ്റി, അവ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചിങ് ആപ്റ്റ്യൂഡ്, ലേണേഴ്സുമായിട്ട് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ് നേച്ചർ, മോഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളതാണ്. നെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇതറിയാം. ഓക്കെ. പിന്നെ ഡൊമൈൻ നോളജ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ 30 മാർക്കാണ് വന്നിട്ടുള്ളത്. അതിൽ 10 മാർക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 20 മാർക്ക് പെഡഗോഗി ആൻഡ് കേസ് സ്റ്റഡി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, TGTക്ക് ഈ പറയുന്ന പെഡഗോഗി, കേസ് സ്റ്റഡി, NEP ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ TGTക്ക് മലയാളത്തിലായിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കി എളുപ്പമാണ്. പക്ഷേ PGTക്ക് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. അതിനുശേഷം ലാംഗ്വേജ് കോമ്പിറ്റൻസിയാണ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ബേസിക്സ് ആയിട്ടുള്ള ഗ്രാമർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ലാംഗ്വേജിനകത്ത് വരുന്ന ചില പഴഞ്ചൊല്ലുകൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ PSC പരീക്ഷയ്ക്കൊക്കെ കാണുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും മലയാളത്തിൽ നിന്ന് ചോദിക്കുന്നത്. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, സന്ധി, സമാസം പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഹിന്ദിയിൽ നിന്നും ഉണ്ടാവും. ഹിന്ദി, മലയാളം ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ സിമിലറാണ് ഈ പറഞ്ഞ ഗ്രാമർ കാര്യങ്ങളിലൊക്കെ തന്നെ. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഈ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച് തയ്യാറാക്കൽ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ്, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ്. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക 20 PGT ആണെങ്കിൽ 20-ൽ 8-ലെത്തുക, TGT ആണെങ്കിൽ 30-ൽ 12-ലെത്തുക. അപ്പോൾ TGT ഫോക്കസ് ചെയ്യുന്നവർ ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷും മലയാളം ഫോക്കസ് ചെയ്യുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് 12 വാങ്ങിക്കാം. PGT ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക, ഇംഗ്ലീഷിന് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ബാക്കി ഹിന്ദി കൂടെ ടച്ച് ചെയ്തിട്ട് ആ 8 മാർക്കിലേക്ക് എത്താൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചാൽ ഒരു 10-ൽ 6 നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഹിന്ദി ഒരു 2 മാർക്ക് കൂടെ വാങ്ങിച്ചാൽ 8 ആവും. ഓക്കെ, പിന്നെ ഇപ്പോൾ നിലവിൽ ഞങ്ങളൊരു കോഴ്സ് നടത്തുന്നുണ്ട്, കേരള PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ICTയിലേക്ക് അഡ്മിഷൻസ് തുടരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1999 ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1999 ജോയിൻ ചെയ്യാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മെസ്സേജ് ചെയ്യുക. അതേപോലെ കൂടുതൽ പേർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് EMRSൻ്റെ ഒരു കോഴ്സും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ EMRS സംബന്ധിച്ച സംശയങ്ങൾക്കും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.